ഞാൻ നിന്നോട് പറയുന്നില്ല, മന്ത്രം വേണ്ട, പകരം ഒരു വരിയുണ്ട്, അത് പറയണം നീ. ഓ മമ പിതൃപിണ്ഡം സമർപ്പയാമി. എന്താണ് മമ പിതൃപിണ്ഡം സമർപ്പയാമി? എന്താണ് എന്റെ അച്ഛൻ്റെ പിണ്ഡം? മലയാളത്തിൽ പറഞ്ഞൂടെ? എനിക്ക് മനസ്സിലാവും, അച്ഛനും മനസ്സിലാവില്ല. പക്ഷെ എനിക്ക് മനസ്സിലാവില്ല, അച്ഛനും മനസ്സിലാവില്ല. എങ്ങനെ രണ്ടുപേരാണ് മനസ്സിലാക്കേണ്ട ആൾക്കാർ. ഞാൻ ഉരുള ഉരുട്ടി പിടിച്ചോ? ഞാൻ പറയണ പോലെ പറഞ്ഞ് ഉരുളാട് വെക്കണം കേട്ടോ. ഓ എൻ്റെ അച്ഛൻ്റെ പിണ്ഡം എന്ന് നീ പറയണം. എന്താണ് എൻ്റെ അച്ഛൻ്റെ പിണ്ഡം എന്ന് നീ പറയണം. ഓ വെച്ചേ, ഗുരുനാഥന്റെ അച്ഛൻ്റെ പിണ്ഡം. എന്റെ അച്ഛന്റെ പിണ്ടെന്ന് നീ പറയണം. ഞാനെന്നെ പറയേ, ഒരു നാഥന്റെ അച്ഛന്റെ പിണ്ടം. എടാ എന്റെ അച്ഛൻ്റെ അല്ല, നിന്റെ അച്ഛന്റെ പിണ്ടെന്ന് പറയണം. നിന്റെ അച്ഛന്റെ പിണ്ടം. എടാ എന്റെ അച്ഛന്റെ പിണ്ടെന്ന് നീ പറ. ഗുരുനാഥന്റെ അച്ഛന്റെ പിണ്ടം. എടാ നിന്റെ അച്ഛൻ്റെ പിണ്ടം. എടാ എന്റെ അച്ഛൻ്റെ പറ. ഗുരുനാഥന്റെ അച്ഛന്റെ പിണ്ടം. എടാ എന്റെ അച്ഛൻ്റെ അച്ഛനില്ല. അപ്പൊ എന്റെ കുട്ടിയാണോ? എടാ ഇപ്പൊ മനസ്സിലായി. നല്ല വെച്ചേ, ഗുരുനാഥന്റെ പിണ്ണം. ജീവിച്ചിരിക്കണം എന്റെ പിണ്ണം വെച്ചോന്നില്ല. രണ്ടാമത്തെ തലമുറ. ഇങ്ങനെ 7 തലമുറയിൽ പറയാനുള്ള സമയമില്ല. അതുകൊണ്ട് ഞങ്ങളെ പോലുള്ള ഈ വിദ്യാഭ്യാസം ഇല്ലാത്തവർക്കും കൂടി ചൊല്ലി നമസ്കരിക്കാൻ പറ്റാം ഒരു മന്ത്രം വേണം ഇവിടെ ഉണ്ടാക്കാൻ. അതായത് ഉണ്ടണ്ട പോതണ്ടേ നല്ല കവിത. കവിത എന്ന് പറഞ്ഞാൽ അർത്ഥ സൗന്ദര്യം ഉണ്ടാവണം, ശബ്ദ സൗന്ദര്യം രണ്ടും വേണം. ശബ്ദവും അർത്ഥവും കൂടി വെച്ചാലേ കവിത. ഇത് പഴയ കവിതകൾ കേൾക്കാണ്ടല്ലേ? എന്താ നല്ലൊരു കവിത പറയൂ. ഞാൻ ഒരു പുൽച്ചാടി, നീയൊരു പുൽച്ചാടി, ഞാനോ നീയോ